നമുക്കിന്ന് ഒരു സിസ്റ്റം സോൾവ് ചെയ്യാനായിട്ട് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ അത് ഫോളോ ചെയ്യേണ്ട 3 സ്റ്റെപ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫോം ദി ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് തന്നിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് 3 മെട്രിക്സസ് ഫോം ചെയ്യാമെന്ന് കണ്ടതാണ്. എ എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് കോഎഫിഷ്യൻസ് ആൻഡ് ബി മെട്രിക്സ് ഓഫ് കോൺസ്റ്റൻസ്. പിന്നെ ഒന്നുള്ളത് ക്യാപിറ്റൽ എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് അൺനോൺസ് ആണ്. അപ്പോൾ എയും ബിയും ചേർത്ത് എഴുതുന്നതിനെയാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ റെഡ്യൂസ് എ, കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ് എ, ടു ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ബൈ എലമെന്ററി റോ ഓപ്പറേഷൻസ്. കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ആ ഒരു ഭാഗം നമ്മളൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റുന്നു. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ ഡയഗണലിന്റെ താഴെയുള്ള എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ, അത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. ഒരു സ്ക്വയർ മെട്രിക്സിലെ പ്രിൻസിപ്പൽ ഡയഗണലിന്റെ താഴെയുള്ള എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അതിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റാൻ എലമെന്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിക്കാം. എലമെന്ററി റോ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ആ മെട്രിക്സിലെ ഏതെങ്കിലുമൊക്കെ റോസ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോയിലെ എല്ലാ എലമെന്റ്സിനെയും ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതൊരു മറ്റൊരു റോയിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ 3 തരത്തിൽ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാം. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എ മെട്രിക്സിനെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ യൂസിങ് ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഗെറ്റ് ദി സൊല്യൂഷൻസ് ഓഫ് ദി അൺനോൺസ്. അപ്പോൾ സിസ്റ്റം സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അൺനോൺസ് എക്സ് വൈ സെഡ് എന്നൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ആ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ എക്സ് വൈ സെഡ് സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കിയാൽ അതിന് വളരെ എളുപ്പം തന്നെ യൂസിങ് ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, പുറകിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്നു എന്നാണ് അതിന്റെ മീനിങ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ സിസ്റ്റത്തിന്റെ സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റും. ഇനി ഒരു ലീനിയർ സിസ്റ്റത്തിന്റെ സൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ 1-2 ടേംസ് നമുക്ക് പറയാനുണ്ട്. പ്രധാനമായി 2 തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഒന്ന് കൺസിസ്റ്റന്റ്, 2 ഇൻകൺസിസ്റ്റന്റ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സിസ്റ്റത്തിനും സൊല്യൂഷൻ ഉണ്ടാവാം, ചിലതിനൊക്കെ ഉണ്ടാവാതിരിക്കാം. അപ്പം സൊല്യൂഷൻ ഉള്ള സിസ്റ്റത്തെ കൺസിസ്റ്റന്റ് സിസ്റ്റം എന്നും സൊല്യൂഷൻ ഇല്ലാത്ത സിസ്റ്റത്തെ ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം എന്നുമാണ് പറയുക. ഇനി സൊല്യൂഷൻ ഉള്ള കേസ് ആണെങ്കിൽ അവിടെ തന്നെ 2 തരത്തിൽ അതിന്റെ ആൻസർ വരാം. ഒന്നെങ്കിൽ ആ സിസ്റ്റത്തിന് ഒരു യുണീക് സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് എക്സിന് ഒരു വാല്യൂ, വൈക്ക് ഒരു വാല്യൂ, സെഡിന് ഒരു വാല്യൂ. ഇനി രണ്ടാമത്തെ കേസിൽ ആ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസും ഒരു പക്ഷേ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, കൺസിസ്റ്റന്റ് ആണെങ്കിൽ 2 കേസ് ഉണ്ട്, യുണീക് ആൻഡ് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ്. ഇനി ചില സിസ്റ്റം നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അത്തരം സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് എക്സ് പ്ലസ് വൈ പ്ലസ് 2z = 9, 2x പ്ലസ് 4y മൈനസ് 3z = 1, 3x പ്ലസ് 6y മൈനസ് 5z = 0. അപ്പൊ ഈ സിസ്റ്റം നമുക്ക് സോൾവ് ചെയ്യണം. ഈ സിസ്റ്റത്തിൽ 3 ഇക്വേഷൻസ് ഉണ്ട്, 3 അൺനോൺസും ഉണ്ട്. എക്സും വൈ ഇസഡും ആണ് അൺനോൺസ്. ആൻഡ് സോൾവ് ദ സിസ്റ്റം ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? ഫോം ദി ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി. അപ്പൊ ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് എ മെട്രിക്സ് കോഎഫിഷ്യൻസ് ആണത് 1 1 2, 2 4 -3, 3 6 -5. ബി മെട്രിക്സ് എന്താണ്? 9 1 0, 9 1 0. അപ്പോൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്തു. അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യാം? യൂസിങ് എലമെന്ററി റോ ഓപ്പറേഷൻസ് ട്രാൻസ്ഫോം എ മെട്രിക്സ് ഇൻറ്റു ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ എ മെട്രിക്സിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റണമെങ്കിൽ ഈ 2ഉം 6ഉം 3ഉം 0 ആയിട്ട് മാറണം. അപ്പൊ അതിന് ഏതൊക്കെ ട്രാൻസ്ഫോർമേഷൻ ആണോ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് അതായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ 3 എലമെന്ററി ഓപ്പറേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഓരോരുത്തരും പ്രോബ്ലം ചെയ്യുന്ന അവരവരുടെ ഒരു ലോജിക്കൽ തിങ്കിങ് വെച്ചിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ ഒരു പക്ഷേ യുണീക്ക് ആയിരിക്കില്ല, പക്ഷേ ആൻസർ, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. അതായത് ഒരു സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അതിന് ഒന്നെങ്കിൽ യുണീക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ് ആൻസർ കിട്ടേണ്ടത്. സോ നമുക്ക് നോക്കാം. ഇവിടെ 2 0 ആക്കി മാറ്റണം. 2 0 ആക്കി മാറ്റണമെങ്കിൽ 2 എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലെ എലമെന്റ് ആണ്. സെക്കൻഡ് റോയ്ക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം. അപ്പൊ ഈ 2 0 ആക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി നോക്കിയേ, R1ഉമായിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യുക. അതായത് ഇവിടെ ഒരു 2 കൊണ്ടുവന്നിട്ട് 2 - 2 എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് 0 ആയിക്കോളും. അപ്പൊ അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ എടുത്തത്. R2 ചേഞ്ചസ് ടു R2 - 2 R1. അപ്പൊ ഈ എലമെന്റ് 0 ആക്കാനുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു റൂള് ആ റോയിലെ എല്ലാ എലമെന്റ്സിനും അപ്ലൈ ചെയ്യണം. നോക്കിയേ, 2 0 ആവും. ഈ 4 എന്ത് സംഭവിക്കും? 4 - 2 R1 ആണ്. 4 - 2, അതാണ് ഇവിടെ 2 വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? -3 - 2 R1 എന്നാണ്. 2 × 2 4 ആണ്. അപ്പൊ -3 - 4 വരുന്നതുകൊണ്ടാണ് ഇത് -7 ആയത്. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുക? 1 - 2 R1. 2 R1 എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പൊ 1ൽ നിന്ന് 18 കുറയ്ക്കുക.
അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് -17. അപ്പോൾ നമ്മളിവിടെ ഈ 2നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും ആ റോയിലെ എല്ലാ എലമെന്റ്സിനും ആ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആയി. ഇനി എന്താണ് ഈ 3 0 ആണ്. അപ്പോൾ അതും നമ്മൾ ഇതേ സ്റ്റെപ്പിൽ തന്നെ ചെയ്തു പോവുകയാണ്. അപ്പോൾ R2 കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫോർമേഷനും R3 ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് ഇൻഡിപെൻഡന്റ് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അത് രണ്ടും നമുക്ക് ഒരേ സ്റ്റെപ്പിൽ തന്നെ ചെയ്തു പോകാം. ഇനി R3 ഈ 3 ആണ് 0 ആണ്ട്. 3 0 ആണെങ്കിൽ വീണ്ടും നമുക്ക് R1 ആയിട്ട് തന്നെ ചെയ്യാം. ഈ 1 എന്നുള്ള എലമെന്റ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ 3 - 3 വന്നാൽ ഇത് 0 ആയിക്കോളും. 3 - 3 വരണമെങ്കിൽ R1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് 3 ആകും. അപ്പോൾ 3 - 3 0 ആകും. അതുകൊണ്ടാണ് നമ്മൾ R3 - 3 R1 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളാണിത്. 3 - 3 0 ആകും. ഇനി R3 6 - 3 R1. അപ്പോൾ 6 - 3 ആണ് വരുന്നത്. അതുകൊണ്ടാണ് ആൻസർ 3 എന്ന് കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ -5 - 6 ആണ് വരുന്നത്. അപ്പോൾ -5 - 6ന്റെ ഉത്തരമാണ് -11. അതുപോലെ 0 - 3 R1. 3 R1 എന്ന് പറഞ്ഞാൽ 3 × 9 27. അപ്പോൾ -27. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഒരേ സ്റ്റെപ്പിൽ ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞതിന്റെ മീനിങ് ഇതാണ്. R2 നമ്മൾ ഇവിടെ ഓൾറെഡി ട്രാൻസ്ഫോം ചെയ്യുന്നതായിട്ട് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ആ R2 എടുത്ത് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി എന്താണ്, ഇനി ഈ 3 ആണ് നമ്മൾ 0 ആക്കേണ്ടത് അല്ലേ? നമ്മുടെ ടാർഗറ്റ് ഇതാണ്. 2ഉം 3ഉം 6ഉം 0 ആക്കുക. അപ്പോൾ 3 0 ആകാൻ വേണ്ടി ഇനി ഏത് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കും? ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾറെഡി ട്രാൻസ്ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന എലമെന്റ്സ് പിന്നെ മാറിപ്പോകാൻ, നോൺ 0 ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ അടുത്ത സ്റ്റെപ്പിൽ, അതായത് ഈ എലമെന്റ് ചേഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സെക്കൻഡ് റോയുമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ. കാരണം ഇവിടെ 2 എലമെന്റ്സും 0 ആയതുകൊണ്ട് ഏത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നാലും അത് ഇതിനെ ബാധിക്കില്ല. അപ്പോൾ R2ൽ എന്ത് ചെയ്താലാണ് ഈ 3 0 ആകുന്നത് നോക്കാം. R3 ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. മൈനസ്, അതായത് ഈ 2 ഇവിടുന്ന് പോവുകയും വേണം, 3 വരികയും വേണം. അങ്ങനെയാണെങ്കിൽ R3യിൽ നിന്ന് R2 കുറയ്ക്കുമ്പോൾ നമുക്ക് 0 ആയിക്കോളും. അപ്പോൾ 2 പോകണമെന്നുണ്ടെങ്കിൽ 2 കൊണ്ടുള്ള ഒരു ഡിവിഷൻ കൊണ്ടുവരണം. ഇനി 3 അവിടെ വരണമെന്നുണ്ടെങ്കിൽ 3 കൊണ്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷനും വരണം. അപ്പൊ ഈ എലമെന്റ് നോക്കിയിട്ട്, ഈ 2 എലമെന്റ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഎഫിഷ്യന്റ് ഏതാണെന്ന് തീരുമാനിക്കുക. സോ R3 - 3/2 R2 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ ഉദ്ദേശം ഇതാണ്. ഈ 3 പോയിട്ട് ഇവിടെ 0 വരണം. തന്നെയല്ല R3യും R2 ആയിട്ട് വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ആണിത്. 0 0 -1/2. ഈ കാൽക്കുലേഷൻസ് വളരെ കറക്റ്റ് ആയിരിക്കണം. സൈഡിൽ എഴുതി ചെയ്ത് തന്നെ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. മനസ്സിലൊക്കെ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻസ് മാറും. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഏതെങ്കിലും എലമെന്റ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടത്തില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ആൻസർ എഴുതാൻ. അപ്പോൾ ഇവിടെ ഈ -11 മാറിയിട്ട് ഇവിടെ -1/2 വരും. -27 മാറിയിട്ട് -3/2 വരും. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആയതുണ്ടോ? 3 എലമെന്റ് 0 ആയി. 3 എലമെന്റ് 0 ആയി കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയഗണലിന്റെ താഴെയുള്ള 3 എലമെന്റ് 0 ആയി, യൂസിങ് എലമെന്ററി റോ ഓപ്പറേഷൻസ്. അപ്പോൾ ഇത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയി. അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അവിടെ പറയുന്നത് ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതായത് ഇവിടെ ഇപ്പോൾ ഈ തേർഡ് റോയിലെ 2 എലമെന്റ് ഓൾറെഡി 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന മീനിങ് എന്താണെന്ന് വെച്ചാൽ -1/2 Z ഈസ് ഈക്വൽ ടു -3/2 എന്നാണ്. അത് മാത്രമേ ഉള്ളല്ലോ. 0x + 0y. Z മാത്രമേ നോൺ 0 കോഎഫിഷ്യന്റ് ഉള്ളൂ. -1/2 Z ഈസ് ഈക്വൽ ടു -3/2 എന്നാണ് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് റോയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇക്വേഷൻ. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈക്വൽ ടു -3/2 ഇൻറ്റു -2/1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇസഡിന്റെ വാല്യൂ 3 എന്ന് കിട്ടിയാൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ സെക്കൻഡ് റോയിലേക്ക് പോകും. സെക്കൻഡ് റോയിൽ വൈയും ഇസഡും മാത്രമേ കോഎഫിഷ്യൻസ് ഉള്ളൂ. എക്സ് 0 ആണ്. അപ്പോൾ നോക്കിയേ, ഇക്വേഷൻ എങ്ങനെ വരും? 2y - 7z ഈക്വൽ ടു -17 എന്നാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ഇസഡിന് 3 എന്ന് കിട്ടി. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇസഡിന് പകരം 3 ഇട്ടു. 2y - 21 ആണ് വരുന്നത്. ആ 21 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 2y ഈസ് ഈക്വൽ ടു -17 + 21 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ 2y ഈക്വൽ ടു 4. ദെർഫോർ y ഈസ് ഈക്വൽ ടു 4/2 ഈക്വൽ ടു 2. അപ്പോൾ വൈയുടെ വാല്യൂം കിട്ടി. ഇനി നമ്മൾ എന്താണ് ഫസ്റ്റ് റോയിലേക്ക് പോകും. ഫസ്റ്റ് റോയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഇക്വേഷന് മാറ്റമൊന്നുമില്ല. x + y + 2z ഈക്വൽ ടു 9. ഇപ്പൊ നമുക്ക് വൈയുടെ ഇസഡിന്റെ വാല്യൂസ് അറിയാവുന്നതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ x ഈക്വൽ ടു 9 - 2 - 6 എന്ന് കിട്ടുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സിന്റെ ആൻസർ 1 എന്ന് കിട്ടി. അപ്പോൾ 3 വേരിയബിളിന്റെ ആൻസർ കിട്ടി. x ഈക്വൽ ടു 1, y ഈക്വൽ ടു z ഈക്വൽ ടു 3. അപ്പോൾ ഈ സിസ്റ്റം സൈമൾട്ടേനിയസ്, അതായത് ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 വാല്യൂസ് ആണ് x1 ഉം y2 z 3. ഇതിനെയാണ് യൂണീക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് ഈ ഒരു സൊല്യൂഷൻ മാത്രമേ സക്സസ് ആവുള്ളൂ, സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. എക്സിന് 1 എന്നിടാം, വൈക്ക് 2 എന്നിടാം, സെഡിന് 3 എന്നിടാം. 3 2 6, 6 2 8 1 9. ഇതുപോലെ എല്ലാ ഇക്വേഷനും നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്താൽ ഈ സൊല്യൂഷൻ കറക്റ്റ് ആണെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡിന്റെ ഫസ്റ്റ് പ്രോബ്ലം. അതായത് യുണീക് സൊല്യൂഷൻ കിട്ടുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ ഇവിടെ സോൾവ് ചെയ്തത്. നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. സോൾവ് 2x - y - z ഈക്വൽ ടു x + 2y + z ഈക്വൽ ടു 4x - 7y - 5z ഈക്വൽ ടു 2. 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. സോ പ്രൊസീജിയർ സെയിം ആണ്. ആദ്യം നമ്മൾ ഓഗ്മെന്റഡ് മാട്രിക്സ് എടുക്കുന്നു. 2 - 1 - 1 2 - 1 - 1 2 1 2 1 1 2 1 2
4 -7 -5 2. അപ്പോൾ ഇവിടെ നമുക്ക് എ മെട്രിക്സിനെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലിമെന്റ് 1 ആണെങ്കിൽ അതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് 1 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇന്റർചേഞ്ച് കൊടുത്ത് അതിനെ ഫസ്റ്റ് റോ ആക്കാം. സോ R12 സെക്കൻഡ് റോ ഫസ്റ്റ് ആവും, ഫസ്റ്റ് റോ സെക്കൻഡ് ആവും. 1 2 1 ഇപ്പം ഫസ്റ്റ് റോ ആയി. 2 -1 -1 സെക്കൻഡ് റോ ആയി. ഇനി നമുക്കിവിടെ നോക്കാം. ഇവിടെ ഈ 3 എലമെന്റ്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. 2 4 -7 ഈ 3 എലമെന്റ്സും നമുക്ക് 0 ആക്കി മാറ്റണം. അല്ലെങ്കിൽ ആ പൊസിഷനിലുള്ള എലമെന്റ്സ് 0 ആയിരിക്കണം. അപ്പോൾ ഈ 2 0 ആക്കാൻ വേണ്ടി R1 ഓപ്പറേറ്റ് ചെയ്യാൻ. 2 എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്. അപ്പോൾ എന്താ ചെയ്യുക? R2 എന്ന് പറയുന്നത് 2 2 -2 വന്നാലാണ് ഇത് 0 ആവുന്നത്. അപ്പോൾ R1 2 ഉണ്ടായാലല്ലേ 2 -2 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യും? R1 എല്ലാ എലമെന്റ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം 2 -2 0 എന്ന് വരുന്നു. -1 -4 ആണ് വരുന്നത്. -1 -4 എന്ന് പറഞ്ഞാൽ -5 ആണ്. ദെൻ -1 -2 -3. അതുപോലെ 2 -4 എന്ന് പറയുന്നത് -2. ഇനി അടുത്തത് ഈ 4 എന്ന് പറയുന്ന എലമെന്റ് 0 ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 0 ആക്കണമെങ്കിൽ R3 ചേഞ്ച് വരേണ്ടത്. R3 ഉം R1 നമ്മൾ ഓപ്പറേഷൻസ് കൊടുക്കുന്നത്. R3 -4 R1 വരുമ്പോഴാണ് ഇത് 0 ആവുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 0 -15 -9 -6 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് R3 തന്നെയാണ് അടുത്ത ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. ഈ -15 0 ആവണം. ഈ -15 0 ആണ്. അതെപ്പോഴും R2 ആയിട്ടാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇവിടെ ട്രാൻസ്ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന എലമെന്റ്സ് പിന്നെ നോൺ 0 ആകാൻ പാടില്ല. അപ്പോൾ R2 ആയിട്ട് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ -15 അപ്പോൾ ഒരു +15 അവിടെ വരണം. ഓൾറെഡി ഒരു -5 ഇവിടെ ഉണ്ട്. ആ -5 എന്നുള്ളത് +15 ആകാൻ എന്താണ് വഴി? ഒരു -3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതുണ്ട് -3. അപ്പോൾ -3 × -5 വരുമ്പോൾ +15 ആവും. പിന്നെ ആഡ് ചെയ്യുമ്പോൾ 0 ആവും. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ R3 ചേഞ്ചസ് ടു R3 -3 R2. കറസ്പോണ്ടിങ് ആയിട്ട് ഈ 2 എലമെന്റ്സിന് മാറ്റം വരുമല്ലോ. അപ്പോൾ -9 -3 വരുമ്പോൾ +9 വരും. അപ്പോൾ -9 +9 വന്നിട്ട് അത് 0 ആവും. അടുത്ത എലമെന്റ് നോക്കിയാൽ -6 -2 -3 ആണ്. -6 + 6 എന്ന് വരും. അപ്പോൾ അത് 0 ആവും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലാസ്റ്റ് റോ മുഴുവൻ 0 ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഗോസ് എലിമിനേഷന്റെ മെത്തേഡിൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ലാസ്റ്റ് റോ എടുത്തിട്ടാണ് നമ്മൾ ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ആ ലാസ്റ്റ് റോയിൽ നിന്ന് നമുക്ക് വാല്യൂസ് ഒന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല. 0 Z = 0 എന്ന് പറയുന്നതിനകത്ത് മീനിങ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആണ്, ശ്രദ്ധിക്കുക. നമുക്ക് ഈ സെക്കൻഡ് റോ മാത്രമേ ഇനി വാല്യൂബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ -5y -3z = -2 എന്ന് എഴുതി. സെക്കൻഡ് റോയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ അത് എല്ലാ എലമെന്റ്സും നെഗറ്റീവ് ആയതുകൊണ്ട് അതിനെ പോസിറ്റീവ് ആക്കി. 5y + 3z = 2 എന്ന് ഈ ഒരു ഇക്വേഷനേ ഉള്ളൂ. പക്ഷേ 2 വേരിയബിൾസ് ഉണ്ട്. 2 വേരിയബിൾസ് ഒരു ഇക്വേഷനും ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സൊല്യൂഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു പുതിയ മെത്തേഡ് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ്? നമ്മൾ ആർബിട്രറി ആയിട്ട് ഇസഡിന് ഒരു സൊല്യൂഷൻ ചൂസ് ചെയ്യുക. ലെറ്റ് z = t. ഇസഡിന്റെ വില t ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ y എന്താകുമെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 5y = 2 - 3t. ഇസഡിന് പകരം t എന്ന് കിട്ടും. ദെൻ y = 2 - 3t/5. ടിയുടെ ടൈമിൽ വൈയുടെ ആൻസറും കിട്ടി. ഇനി നമുക്കുള്ളത് ഫസ്റ്റ് റോയിലെ ആ ഒരു ഇക്വേഷൻ ആണ്. x + 2y + z = 2 എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ നമുക്കിപ്പോൾ വൈക്കും ഇസഡിനും ടിയിലുള്ള 2 വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണിത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന് 6 + t / 5 എന്ന് കിട്ടും. അതായത് എക്സും ടിയുടെ ടൈമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇസഡ് ഓൾറെഡി ടി ആണ്, വൈ ടിയുടെ ടൈമിൽ കിട്ടി, എക്സും ടിയുടെ ടൈമിൽ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഇസഡ് = t, y = 2 - 3t/5, x = 6 + t/5. അപ്പോൾ ഇവിടെയാണ് നമ്മളിത് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഫോർ വേരിയസ് വാല്യൂസ് ഓഫ് ടി വി വിൽ ഗെറ്റ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ ഇവിടെ ടിക്ക് പ്രിസൈസ് ആയിട്ടൊരു വാല്യൂ ഇല്ല. നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ടിക്ക് 1 എന്ന് കൊടുക്കുവാണെങ്കിൽ ഒരു സെറ്റ് സൊല്യൂഷൻ കിട്ടും. ടിക്ക് 2 എന്ന് കൊടുക്കുവാണെങ്കിൽ അനദർ സെറ്റ് ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ അതാണ് കൺസിസ്റ്റന്റ് സിസ്റ്റത്തിലെ രണ്ടാമത്തെ കേസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. എവിടെ നിന്ന് അത് വരുന്നത്? ആക്ച്വലി 2 ഇക്വേഷനും 3 വേരിയബിൾസും ആണ് ഈ പ്രോബ്ലത്തിൽ വന്നിരിക്കുന്നത്. 2 ഇക്വേഷനും 3 വേരിയബിൾസ്. ഈ സ്റ്റേജിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഒക്കെ ആയി, പക്ഷേ ആ റോ എൻ്റയർ എലമെന്റ്സ് 0 ആയിപ്പോയി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഈ 2 ഇക്വേഷൻസ് മാത്രമാണ്. അപ്പോൾ 2 ഇക്വേഷൻസും 3 അൺനോൺസും ആണ് ഇവിടെ വന്നത്. അങ്ങനെയുള്ള കേസിൽ ഒരു അൺനോണിന് നമ്മൾ ഒരു വാല്യൂ ചൂസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ആ വാല്യൂവിന്റെ പേരിൽ മറ്റ് 2 അൺനോൺസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പിന്നെയാണ് നമ്മൾ പറയുന്നത് ടിക്ക് ഏത് വാല്യൂ വേണമെങ്കിൽ ഇടാം. ടിക്ക് ഏത് വാല്യൂ ഇടുന്ന അനുസരിച്ച് ഓരോ സെറ്റ് സൊല്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കേസിൽ അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് വരിക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് 2x + 6y + 11 = 0, 6x + 20y - 6z + 3 = 0, 6y - 18z + 1 = 0. അപ്പോൾ ആദ്യം എന്താ നമ്മൾ ചെയ്യുക? ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യും. അതിന് കോഎഫിഷ്യന്റ് മെട്രിക്സ് ആദ്യം വേണം. ഈ ക്വസ്റ്റിന്റെ ഫോം ഒന്ന് ശ്രദ്ധിക്കുക. 2x + 6y + 11. അവിടെ ഇസഡിന്റെ ടൈം ഇല്ല.
കോൺസ്റ്റന്റ് LHSലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇസഡിന്റെ ടൈം ഇല്ലാത്തത് കൊണ്ട് ഇസഡിന്റെ കോഎഫിഷ്യന്റ് 0 ഇസഡ് കൺസിഡർ ചെയ്യും. അതുപോലെ ഈ +1നെ RHSലേക്ക് മാറ്റണം. RHSലേക്ക് മാറ്റുമ്പോൾ അത് -11 ആവും. അങ്ങനെയാണ് ഇത്തരം കേസുകളിൽ നമ്മൾ മെട്രിക്സ് ഫോം ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് 6x + 20y - 6 = -3 എന്ന് എഴുതണം. ആ +3 നമ്മൾ RHSലേക്ക് മാറ്റണം. മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കുമ്പോൾ അവിടെ 6y തുടങ്ങുന്നത് എന്ന് വെച്ചാൽ എക്സിന്റെ ടൈം ഇല്ല, 0x ആണ് അവിടെ. അപ്പൊ അതുകൊണ്ട് എക്സിന്റെ പ്ലേസിൽ 0 തന്നെ കൊടുക്കുക. 0 6 -18 +1 ആണ് ഇവിടെ ഉള്ളത്. അത് അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ -1. അപ്പൊ ഇതാണ് AB മെട്രിക്സ്, ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇനി ഇത് നമുക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റാനാണ് ട്രൈ ചെയ്യുന്നത്. അതിനുവേണ്ടി എന്താ, ഇവിടെ ഫസ്റ്റ് എലമെന്റ് യൂണിറ്റി ഒന്നും അല്ല, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഈ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത് ഓരോരുത്തരുടെയും ഒരു ലോജിക് അനുസരിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്, ഈ 6 മാറിയിട്ട് ഇവിടെ 0 ആവണം. അതിന് ഈസി ആയിട്ടാണോ R1ലെ എലമെന്റ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 2 ആണ്. അപ്പൊ 2 × 3 എന്നൊരു മൾട്ടിപ്ലിക്കേഷൻ കൊണ്ടുവന്നാൽ അത് 6 ആയിട്ട് പിന്നെ മൈനസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണ്ടേ, R2 - 3R1. അങ്ങനെ എടുക്കുമ്പോൾ R2ന് ചേഞ്ച് വന്നിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ എലമെന്റ് 0 ആയി, രണ്ടാമത്തെ എലമെന്റ് 20 - 18 വരും. അതാണ് അവിടെ 2 വന്നിരിക്കുന്നത്. ഇനി ഇവിടെ -6 ഓൾറെഡി ഉണ്ട്, പിന്നെ ഇത് 0 ആയി. അപ്പൊ 0 ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലും 0 വരുന്നതുകൊണ്ട് ഈ -6ന് മാറ്റമില്ല. പിന്നെ ഉള്ളത് -3 ആ. ഇവിടെ ആണെങ്കിൽ -11 ഉണ്ട്. -11 × -3 വരുമ്പോൾ +33 ആ വരുന്നത്. 33 - 3 അത് 30 ആവും. ലാസ്റ്റ് 0 6 -18 -1 ആണ്. ഇനി എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്, ഈ 6 0 ആണ്. 6 R3ലെ രണ്ടാമത്തെ എലമെന്റ്, അത് 0 ആക്കാൻ നമ്മൾ എപ്പോഴും R2 ആയിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക. എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 6 വരണം. അതിന് വേണ്ടിയിട്ട് 2 × 3 ചെയ്യണം. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 - 3R2 ആ ചെയ്യുന്നത്. അപ്പോൾ ഇത് 6 - 6 0 ആയി. ഇവിടെ -18 ഉണ്ടായിരുന്നു, -18 +18 വന്നിട്ട് ഈ എലമെന്റ് 0 ആയി. ലാസ്റ്റ് എലമെന്റ് -1 - 30 × 3 ആ. അപ്പൊ 90 വന്നു, -91 എന്നാണ് വരുന്നത്. അപ്പൊ ഇത് നോക്കിയാൽ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ലാസ്റ്റ് റോയിലെ എ മെട്രിക്സിന്റെ അവിടെ എല്ലാ എലമെന്റ്സും 0 ആയിപ്പോയി. പക്ഷെ ഇവിടെ ഒരു non-zero എലമെന്റ് ആണ് നിൽക്കുന്നത്. ബിയുടെ സൈഡിൽ non-zero എലമെന്റ് ആണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ലാസ്റ്റ് റോ ഗോസ് എലിമിനേഷൻ മെത്തേഡിലെ ബൈക്ക് സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി എടുക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന എന്താ, 0 Z = -91 എന്നാണ്. അല്ലെ 0 = implies 0 = -91. അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. 0 = -91 എന്ന് നമുക്കൊരു സൊല്യൂഷൻ ഒരിടത്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ, which is a false statement, therefore the system has no solution. എന്ന് വെച്ചാൽ ഈ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ്, ഇതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 3 ഇക്വേഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന XYZ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ 3 ടൈപ്പിലുള്ള പ്രോബ്ലം ആണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് നമ്മൾ ചെയ്തത്. ഒന്നെങ്കിൽ ഡയറക്റ്റ് യൂണിക് സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് കിട്ടും, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല എന്നൊരു കൺക്ലൂഷൻ നമ്മൾ എത്തിച്ചേരും. പിന്നെ ഇക്വേഷൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. അപ്പോൾ അതിന്റെ കാൽക്കുലേഷൻ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്.